ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ ചെട്ടികുളങ്ങരയമ്മ എൻ്റെ അമ്മയാണ്. ആ അമ്മയ്ക്ക് കുംഭഭരണി വിശേഷത്തിന്, അമ്മയുടെ ജന്മനാളായ ആ കുംഭത്തിലെ ഭരണി ദിവസം വളരെ ഭരണി സദ്യയോടൊപ്പം വളരെ ശ്രേഷ്ഠമായി ഞങ്ങളെല്ലാവരും കഴിക്കുകയും ഹൃദയത്തിൽ ചേർക്കുകയും ചെയ്യുന്നൊരു വിഭവമുണ്ട്, കൊഞ്ചും മാങ്ങ. അത് ചെട്ടികുളങ്ങരക്കാർ അത് വയ്ക്കുവാനുണ്ടായ, അല്ലെങ്കിൽ അതവിടെ വളരെ പ്രശസ്തമാകുവാനും അത് അമ്മയുടെ തിരുനാളുമായി ബന്ധപ്പെടാനും ഉണ്ടായ കാരണവും, അമ്മ എങ്ങനെയാണ് ചെട്ടികുളങ്ങര ഗ്രാമദേവതയായി അവിടെ അവതരിച്ചത് എന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിന് പറ്റിയൊരു അവസരം കൂടിയാണിത്. കുംഭഭരണി കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ 13 കരക്കാരും അമ്മയ്ക്ക് ആ 13 കരയുടെയും ഉത്സവം വരവായി. അമ്മയ്ക്ക് വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളോടെ, താളമേളങ്ങളോടെ, വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ധാരാളം പ്ലോട്ടുകളും ധാരാളം കലാരൂപങ്ങളും ഒക്കെയായി ഓരോ കരക്കാരും അമ്മയുടെ മുന്നിലേക്ക് മത്സരിച്ചാണ് കടന്നു വരുന്നത് ഓരോ ദിവസവും. അത് ഭരണി കഴിഞ്ഞാൽ 10ാം ദിനമാണത് തുടങ്ങുന്നത്. ഇന്നാണ് ഒന്നാമത്തെ കരയായ ഈരേഴത്തെക്കും മുറിയുടെ, അതായത് ഈരേഴത്തെക്കെന്ന് പറയുന്ന ഒന്നാമത്തെ കരയുടെ ഉരുളിച്ച വരവ്. ഇങ്ങനെ 13 ദിവസം അമ്മയുടെ മക്കൾ, ഈ 13 കരക്കാർ അമ്മയ്ക്ക് മുന്നിൽ വളരെ ആഘോഷപരമായി നടത്തുന്നതാണ് ഉത്സവം. അവിടുത്തെ ഉത്സവം കുംഭഭരണി ഒരൊറ്റ ദിവസത്തെ ഉത്സവമായിരുന്നു എങ്കിൽ ഇത് 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഈ 13 ദിവസങ്ങളിൽ ആ ഉത്സവത്തിൽ രാത്രിയിലെ വൈകുന്നേരമുള്ള ആ ഉരുളിച്ച വരവെന്ന് അതിന് പറയുന്നത്, ഉരുളിച്ച വരവുകളും ഒക്കെ കണ്ട് അതാത് കരകളിൽ ഉള്ള ആ സദ്യയും ഒക്കെ ഇങ്ങനെ കഴിച്ച് അവിടെ ഭജനമിരിക്കുന്ന ധാരാളം പേരുണ്ട്. അതിന് പറ്റിയ സമയമാണ് ഈ 13 ദിവസത്തെ ഉത്സവ കാലഘട്ടം. ഭരണി ദിവസം ആ ശിവരാത്രി മുതൽ തുടങ്ങുന്ന കെട്ടുകാഴ്ച, ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടുകാഴ്ചകളാണ് ചെട്ടികുളങ്ങര കുംഭഭരണിക്ക് അമ്മയുടെ മുന്നിൽ മക്കൾ ഒരുക്കിക്കൊണ്ടുവരുന്നത്. അത് ശിവരാത്രി ദിവസം മുതൽ 7 ദിവസം കൊണ്ട് തുടങ്ങി ഭരണിയുടെ അന്ന് സന്ധ്യയാകുമ്പോഴേക്കും വലിച്ചു തുടങ്ങും കാഴ്ചക്കണ്ടങ്ങളിലേക്ക്. അതാത് കരയുടെ ഓർഡർ അനുസരിച്ചാണ് അവിടെ കെട്ടുകാഴ്ച വന്ന് ഇറങ്ങുന്നത്. അത് അടുത്ത പ്രഭാതത്തിൽ അത് തിരിച്ച് അതാത് കരകളിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതിനുശേഷം 10 ദിവസം കഴിയുമ്പോഴാണ് ഈ ഉത്സവം ആരംഭിക്കുന്നത്. ഇന്ന് ഒന്നാമത്തെ ഉത്സവമാണ്, 1ാം കരയുടെ. നാളെ ഞങ്ങളുടെ കരയായ 2ാം കരയുടെ ഉത്സവമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ദേവിയുടെ ചരിതം പറയുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. ദേവി ചെട്ടികുളങ്ങരയിൽ ഒരു ഗ്രാമദേവത ഇല്ലാതിരുന്ന കാലത്ത്, വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ധാരാളം തലമുറകൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അപ്പോൾ ദേവിയുടെ ഒരു സാന്നിധ്യം ചെട്ടികുളങ്ങര മണ്ണിൽ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ഗ്രാമത്തിലുള്ള 4 പ്രമുഖരായിട്ടുള്ള യോഗീശ്വരന്മാരായ മുത്തശ്ശന്മാർ, അതിലേറ്റവും പ്രധാനിയാണ് ചെമ്പോലിലെ വലിയച്ഛൻ. ആ ചെമ്പോലിൽ എന്ന വീട്ടിലെ, അത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ കിഴക്കേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു മണ്ഡപമുണ്ട്. അവിടുന്ന് ഒരു അല്പം കൂടി കിഴക്ക് ഭാഗത്തേക്ക് തന്നെ മെയിൻ റോഡിലൂടെ, കിഴക്കോട് ദർശനമുള്ള റോഡിലൂടെ അവർ അല്പം കൂടി മുന്നോട്ട് നടന്നാൽ, അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ആ വീട്. അവിടെയാണ് ഒന്നാമത്തെ ദേവി പറയെടുക്കാൻ പോകുന്ന പറയെടുക്കുന്നത് ഈ ചെമ്പോലിൽ എന്ന് പറയുന്ന വീട്ടിലാണ്. കാരണം അമ്മയ്ക്ക് അർഹതപ്പെട്ട വീടാണ്, അമ്മയുടെ സ്വന്തം വീടാണ്. ആ വീട്ടിൽ അന്നത്തെ ദിവസം എല്ലാവരും വീട് ശുദ്ധമാക്കിയിട്ട്, അവരുപയോഗിക്കുന്ന വീട് തന്നെയാണ്, അതെല്ലാം ശുദ്ധമാക്കിക്കൊണ്ട് ആ വീടിൻ്റെ ഒരു മുറിയിലാണ് അമ്മ ചെന്ന് ഇതെൻ്റെ വീടാണെന്നുള്ള അവകാശത്തോടെയാണ് കൈനീട്ടപ്പറ അവിടെ നിന്ന് സ്വീകരിക്കുന്നത്. നമ്മൾ അമ്മയെ അവിടെ ആ കൈനീട്ടപ്പറയ്ക്ക് ദേവി പോകുന്നതും, അന്നവിടെ ഒരു സദ്യയൊക്കെ ഉണ്ട്. രാവിലെ തന്നെയാണ് പറ, എങ്കിലും
അവിടെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും അതിൻ്റെ കൂടെ തന്നെ ചോറും അതിൻ്റെ വിഭവങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവരും വളരെ വേഗം അത് വാങ്ങിച്ച് ദേവി തിരിച്ചു പോകുന്നതിന് മുമ്പ് കഴിക്കും. അത് അമ്മയുടെ ഒരു അനുഗ്രഹമാണ്, ഒരു പ്രസാദമാണ്. അല്ലാതെ വിഭവസമൃദ്ധമായ ഒരു സദ്യയല്ല ഇവിടെ ഇരിക്കുന്നത്. അമ്മ വന്നിരിക്കുമ്പം അമ്മയുടെ മക്കൾ ഓരോരുത്തരും അമ്മയെ കാണാൻ ഇങ്ങനെ ചെല്ലും. നമ്മൾ ആ പോർച്ചിലൂടെ, ആ വീടിൻ്റെ പോർച്ചിലൂടെ കടന്ന് ആ ദേവി ഇരിക്കുന്ന ഹാളിലൂടെ കടന്ന് ദേവി ഇരിക്കുന്ന റൂമിലേക്ക് ദേവിയുടെ കൂടെ, ദേവി അവിടെ നിലത്ത് അവിടെ പീഠ വിരിച്ചിട്ട് അവിടെ ആ താഴെയാണ് അമ്മ ഇരിക്കുന്നത്. കർമ്മികളും അമ്മയുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു വീടിനുള്ളിൽ അമ്മ ഇങ്ങനെ ചെന്ന് ഇതെൻ്റെ വീടാണെന്നുള്ള അധികാരത്തിൽ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ മക്കൾ ഓരോരുത്തരും ചെന്ന് നിന്ന് തൊഴുത് അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നത് വളരെ ഒരു ആ ഒരു ദർശനം ഒന്ന് കാണണം. ആ വീട്ടിൽ അമ്മ ചെന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും ക്ഷേത്രത്തിലല്ലേ ചെന്ന് ദേവിയെ കാണുന്നത്. ഇത് ആ വീട്ടിൽ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വീടിൻ്റെ ഗൃഹനാഥയായിട്ടിരിക്കുന്ന ആ രംഗം അതൊരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് അമ്മയെ കാണുന്നത്. അതിനുശേഷം അടുക്കളവാതിലൂടെയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചു വരുന്നത് ആ വീടിൻ്റെ. അത് ചെമ്പോലിലെ വലിയച്ഛൻ്റെ വീടാണ്. അവിടുത്തെ യോഗീശ്വരനായിരുന്ന വലിയച്ഛനാണ് അമ്മയെ ഇവിടെ കൊണ്ടുവരണം. എവിടെ നിന്നാണ്? കൊടുങ്ങല്ലൂരിൽ നിന്ന്. കൊടുങ്ങല്ലൂരിലാണല്ലോ ഭദ്രകാളിയുടെ ആ പ്രഭവസ്ഥാനം. ആ പ്രഭവ സ്ഥാനത്ത് നിന്ന് അവിടുന്ന് ദേവി ചൈതന്യത്തെ ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ആദ്യമായിട്ട് ഇറങ്ങിത്തിരിച്ച യോഗീശ്വരനായ, വളരെ സിദ്ധികളൊക്കെയുള്ള, വളരെ ധർമ്മനിഷ്ഠനായ, സാത്വികനായ ആചാര്യനായിരുന്നു ചെമ്പൂലിലെ വല്യച്ഛൻ. അദ്ദേഹത്തെയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ, അതായത് നമ്മുടെ ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ തൊട്ട് കിഴക്ക് വശത്ത് വടക്കേ സൈഡിലായിട്ട് കാണുന്ന ആ വലിയ കെട്ടിത്തിരിച്ചിരിക്കുന്നുണ്ടല്ലോ ആൽമരം, അതിലാണ് അതിൻ്റെ ചുവട്ടിലാണ് ആ വലിയച്ഛനെ ഇരുത്തിയിരിക്കുന്നത്. ദേവിയുടെ യഥാർത്ഥത്തിൽ ചെട്ടുകുളങ്ങര അമ്മയുടെ അച്ഛനാണ്, അമ്മയെ കൊണ്ടുവന്ന ആളാണത് ചെമ്പൂലിലെ വല്യച്ഛൻ. അപ്പോൾ അങ്ങനെ ആ ചെമ്പൂലിലെ വല്യച്ഛനും മറ്റ് 3 പേരും കൂടി, അങ്ങനെ 4 പേരാണ് യോഗീശ്വരന്മാരായിട്ടുള്ള 4 പേര് വളരെ തപസ്സനുഷ്ഠിച്ച് ധ്യാനനിരതരായിട്ട് വളരെ വ്രതാചരണത്തോടു കൂടി കൊടുങ്ങല്ലൂരിലെത്തുകയും, അതും ഇപ്പോഴത്തെ കാര്യമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതാണ്. അന്നത്തെ ആ സത്യധർമാദികൾ കൈവടിയാതെ ജീവിച്ചിരുന്ന പരിശുദ്ധരായിട്ടുള്ള, വളരെ ഏകാഗ്രരായിട്ടുള്ള, തപസ്വികളായിട്ടുള്ള യോഗീശ്വരന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ ദേവിയുടെ മുന്നിൽ കൊടുങ്ങല്ലൂരിൽ ചെന്ന ദേവിയോട് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞ് പ്രണമിച്ച് ദേവി ഞങ്ങളുടെ ഒപ്പം വരണം, ഞങ്ങൾക്ക് ചെട്ടുകുളങ്ങരയ്ക്ക് ഗ്രാമദേവതയായി അമ്മയുണ്ടാവണം എന്ന ആഗ്രഹം അവിടെ അറിയിക്കുകയും, അങ്ങനെ അമ്മ അവർക്ക് സ്വപ്നദർശനം, അവരവിടെ കഴിയുമ്പോൾ സ്വപ്നദർശനം കൊടുത്തു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പൊയ്ക്കുള്ളൂ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം, ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്, അതിനുള്ള അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളിപ്പോൾ ശാന്തരായി പോയിക്കൊള്ളൂ, നിങ്ങളുടെ ആവശ്യം ഞാൻ സാധിച്ചു തരാം എന്ന് അമ്മ പറയുകയും, അമ്മ അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് യോഗീശ്വരന്മാർ തിരികെ വന്നപ്പോൾ കരിപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ചെട്ടുകുളങ്ങരയ്ക്ക് വടക്ക് പടിഞ്ഞാറ് മാറിയ, അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്. വലിയ പെരുമ്പുഴ പുഴയാണ്, വലിയ പെരുമ്പുഴ എന്ന് ആ പുഴയ്ക്ക് പറയുന്നത്. ആ കരിപ്പുഴ, അവിടെ നിറയെ പാടങ്ങളായിരുന്നു പഴയ കാലത്ത്. ആ പുഴയുടെ സമീപത്താണ്. അവിടം കടന്നു വേണം വടക്ക് നിന്ന് തോണിയിൽ ഇപ്പുറത്തെത്താൻ. പഴയ കാലത്ത് ജലമാർഗമായിരുന്നല്ലോ ധാരാളം ഉണ്ടായിരുന്നത്, കരമാർഗത്തെക്കാൾ കൂടുതൽ. അങ്ങനെ ആ തോണിയിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള ദിവ്യയായിട്ടുള്ളൊരു സ്ത്രീ രൂപത്തെ കണ്ടിട്ട് ഈ തോണിക്കാരൻ ആകെ അങ്ങ് സ്തബ്ധനായിട്ട്, രാത്രിയിലാണ് തോണിയിൽ വന്ന് കയറുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിഷ്ഠ കാരണം ഈ തോണി ഇറങ്ങി വന്നപ്പോൾ ഈ അന്തർജനത്തിനെ ഒറ്റയ്ക്ക് വിടാതെ പുതുശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ തോണി ഇറങ്ങി വരുന്ന അടുത്ത സ്ഥലമാണ് പുതുശ്ശേരി. ഇപ്പോൾ അവിടെ ഒരു ദേവിയുടെ, ആദ്യമായിട്ട് ദേവി വന്ന് ഇരുന്ന് വിശ്രമിച്ച സ്ഥലമായതുകൊണ്ട് പുതുശ്ശേരിയിൽ അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലവും ഉണ്ട് അവിടെ. ചെട്ടുകുളങ്ങരയമ്മയുടെ അമ്പലം തന്നെയാണ് അത്. മാവേലിക്കരയിൽ നിന്ന് ഹരിപ്പാടിന് പോകുന്ന റൂട്ട്, തട്ടാരമ്പലം കഴിഞ്ഞ്, തട്ടാരമ്പലത്തിലൊരു സരസ്വതി ദേവി ക്ഷേത്രമുണ്ട്, അതും കഴിഞ്ഞ് നേരെ പടിഞ്ഞാട്ട് പോകുമ്പോൾ, കുറച്ച് പടിഞ്ഞാറ് ചെല്ലുമ്പോഴാണ് പുതുശ്ശേരിയിൽ അമ്പലം. ആ പുതുശ്ശേരിയിൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടെ വിശ്രമിക്കുവാൻ വേണ്ടി ദേവി ഇരുന്നപ്പോൾ ഈ വഞ്ചിക്കാരനും കൂടി അവിടെ ഇരുന്നു അമ്മയെ സംരക്ഷിക്കുവാൻ വേണ്ടി.
ആ അഭൗമമായ അലൗകികമായ സൗന്ദര്യ ദേവതയെ സംരക്ഷിക്കുന്നതായ അദ്ദേഹത്തിൻ്റെ ധർമ്മമായിട്ട് തോന്നി. പക്ഷേ രാത്രിയിൽ അങ്ങനെ ദേവി ഉറങ്ങുന്നത് കണ്ട് കാവലിരുന്ന ആൾ ഉണർന്നു നോക്കിയപ്പോൾ ആ അമ്മയെ കണ്ടില്ല. അയാൾ ആകെ പരിഭ്രമിച്ചു. അയ്യോ, എന്തി പറ്റി, എവിടെ പോയി എന്നുള്ള. ഇന്നത്തെ കാലമല്ലല്ലോ, അന്ന് കണ്ടില്ലെങ്കിൽ പരിഭ്രമിക്കും. ഇന്നന്നെ പല സോഴ്സുകളുണ്ട് പോകാനുള്ളത്, അന്ന് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ വിവരം അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു. പക്ഷെ ദേവി അവിടെ നിന്ന് വെളുപ്പിനെ തന്നെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, അവിടുന്ന് നേരെ കിഴക്കോട്ടുള്ള റോഡിൽ വന്നിട്ട് തട്ടാരമ്പലം വന്നതിന് ശേഷം അവിടുന്ന് തെക്കോട്ടാണ് ചെട്ടികുളങ്ങരയ്ക്കുള്ള റോഡ്. തട്ടാരമ്പലത്ത് നിന്ന് കായംകുളം വരുന്ന റോഡാണ് ചെട്ടികുളങ്ങര. അതിൻ്റെ കുറച്ച് ഒരു 2 കിലോമീറ്റർ വരുമ്പോഴാണ് ചെട്ടികുളങ്ങര അമ്പലം. തട്ടാരമ്പലത്തിൽ നിന്ന് കായംകുളത്തിന് വരുന്നത്. അപ്പോൾ ദേവി അതിന് അങ്ങനെ വരുന്ന വഴിക്ക് നെടുവേലിൽ പടിയിൽ വിശ്രമിച്ചു എന്നാണ് പറയുന്നത്. വെളുപ്പിനെ അവിടെ നിന്നിറങ്ങി, ഈ പുതുശ്ശേരി അമ്പലത്തിൽ നിന്നിറങ്ങി. അമ്പലം പിന്നീട് ദേവിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അപ്പോൾ പുതുശ്ശേരിയിൽ നിന്ന് വന്ന് നെടുവേലിപ്പടി, അതാണ് തട്ടക്കാട്ടുപടി. അവിടെ ഒരു വീട്, പിന്നെ തട്ടക്കാട്ട് ഒരു കുടുംബം വന്നതിന് ശേഷം ഈ നെടുവേലിപ്പടി തട്ടക്കാട്ടുപടി എന്നാക്കി മാറ്റി. അവിടെയാണ് മൂന്നാമത്തെ കരക്കാരായ കൈത വടക്കരുടെ, മൂന്നാമത്തെ അല്ല 4ാമത്തെ കരയാണ്, കൈത വടക്കരുടെ കെട്ടുകാഴ്ച കിട്ടുന്ന ആ സ്ഥലം. റോഡരികിൽ ഒരു വലിയ ബൃഹത്തായ മാവും ഒക്കെ നിൽപ്പുണ്ട്. ആ മാവിലായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് മാറി ആ മാവിൽ റോഡിൽ തന്നെയായിരുന്നു മാവേൽ കപ്പിയൊക്കെ കെട്ടി അവിടെയായിരുന്നു കുതിര കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത്തിരിയും കൂടെ അവിടെ തന്നെ അങ്ങോട്ട് മാറി റോഡിലരികിൽ കുതിരയുടെ സാധനങ്ങളൊക്കെ അഴിച്ചു വെക്കാനുള്ള കുതിരപ്പുരയും അവിടെ ടവറും ഒക്കെ ഉണ്ടാക്കി റോഡിൽ നിന്ന് സൈഡിലോട്ട് മാറ്റിയാണ് കുതിര കെട്ടുന്നത്. മറ്റേ റോഡിൻ്റെ അരികിൽ തന്നെയായിരുന്നു. ഇപ്പോഴും റോഡരികിൽ തന്നെയാണ്, റോഡിൻ്റെ നടുവിലല്ലെന്നേ ഉള്ളൂ. അവിടെ ആണ് ദേവി 2ാമത്തെ പ്രാവശ്യം വിശ്രമിച്ച സ്ഥലം. അവിടെയൊക്കെ ദേവി ഈ കൊടുങ്ങല്ലൂരിൽ അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് അവിടെയൊക്കെ വന്ന് ദേവി അൻപുലി എടുക്കും. ദേവി വന്ന് യാത്ര ചോദിക്കും. അൻപുലി കളങ്ങളാണ് ഇതൊക്കെ, നെടുവേലിപ്പടി എന്ന് പറയുന്നത്. അതിനുശേഷം ദേവി വന്നത് ഈ ചെട്ടികുളങ്ങര അമ്മ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്രത്തിന് തൊട്ട് തെക്ക് വശത്ത് ഇല്ലവെന്ന് പറയുന്ന ഒരു വീടുണ്ട്. പഴയ കാലത്തെ വീട്, ഇപ്പോഴുള്ള വീടുണ്ട് അവിടെ. അനന്തര തലമുറകളൊക്കെയാണെന്നേ ഉള്ളൂ. അവിടെ പഴയ കാലത്ത് ഓലയൊക്കെ കെട്ടി ഇല്ലം മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇല്ലം മേഞ്ഞുകൊണ്ട് മേയാൻ വേണ്ടി വന്നവർക്ക് കഞ്ഞിയും മുതിരയും അസ്ത്രവും പപ്പടവും ഒക്കെ കൂട്ടി കഞ്ഞി കൊടുക്കുന്ന കണ്ട്. അപ്പോൾ ദേവിയുടെ ഈ സൗന്ദര്യധാമമായ ദേവി വളരെ ആകർഷണീയം ആയിട്ടുള്ള അതുല്യമായിട്ടുള്ള ആ അഭൗമമായിട്ടുള്ള ആ വ്യക്തിത്വം കണ്ട് ദേവിയെ വളരെ ആദരിച്ചിരുത്തി ദേവിക്ക് ഇലയും തടയുമൊക്കെ ഇട്ട് കഞ്ഞിയും മുതിരയും അസ്ത്രവും കടുമാങ്ങയും പപ്പടവും ഒക്കെ വിളമ്പി കൊടുത്തു. പ്ലാവിലയൊക്കെ കുത്തി ആ പ്ലാവിലയിൽ കഞ്ഞി കോരി കുടിച്ചു അമ്മ. ആ ഓലയൊക്കെ മേയുന്ന വീട്, ആ വീട്ടിലെ ആ ജോലിക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഇല്ലം എന്ന് പറയുന്ന വീട്ടിലെ ഇല്ലത്ത്, അവിടെയാണ് അമ്മ വന്നിരുന്ന കഞ്ഞിയൊക്കെ കുടിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് അമ്മ അന്നപൂർണേശ്വരിയായ അമ്മയുടെ ആ സന്നിധിയിൽ എല്ലാ ഭക്തർക്കും എല്ലാ ദിവസവും കഞ്ഞിയും മുതിരയും വസ്ത്രവും കടുമാങ്ങയും പപ്പടവും ഉണ്ണിയപ്പവും അവലും എല്ലാമായിട്ട് ഇപ്പോൾ എന്നും കഞ്ഞിയുണ്ട്. ഏത് ഭക്തർ വിശന്ന് എന്നാലും അവർക്ക് വയറ് നിറയെ ആഹാരം കഴിച്ചിട്ട് അവിടെ നിന്ന് പോരാ. രാത്രിയിലും അത്താഴക്കഞ്ഞിയുണ്ട്. ആ ചിറ്റുളങ്ങര പ്രദേശത്ത് ആഹാരം കിട്ടാതെ ഒരു മനുഷ്യരും ഒരിക്കലും വിശന്നിരിക്കേണ്ടി വരികയില്ല. യാത്രികരാണേലും ആരെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പ്രായമുള്ള അമ്മയുടെ കഞ്ഞി അവർക്ക് എപ്പോഴും അതും വളരെ വളരെ പോഷകം നിറഞ്ഞ കഞ്ഞിയാണ്. ഓണാട്ടുകരയുടെ ചേമ്പും കാച്ചിലും നേന്ത്രക്കായും ഒക്കെ ഇട്ട് വെക്കുന്ന അസ്ത്രവും മുതിര എന്ന് പറയുന്നത് വളരെ അയൺ കണ്ടന്റ് അല്ലേ, ഇതെല്ലാം കൂടെ ചേർന്ന കഞ്ഞിയാണ്. അത് അമ്മ അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ആ കഞ്ഞി. അതുപോലെ കുതിരച്ചവിട്ടിൽ ഈ ശിവരാത്രി മുതൽ അശ്വതി വരെ, ഭരണിയടന്നാണ് അമ്മയ്ക്ക് കെട്ടുകാഴ്ച സമർപ്പിക്കുന്നത്. അശ്വതി വരെ കുതിരച്ചവിട്ടിലെ ഓരോരുത്തരും ഇങ്ങനെ നേർച്ച പറയുന്നതാണ് കഞ്ഞി. ആ കഞ്ഞി സദ്യ ഉണ്ട്. ഞങ്ങളുടെ കുതിരച്ചവിട്ടിലെ ഒരു ദിവസം 3 നേരമാണ് കഞ്ഞി.
സദ്യ. കാരണം അത്രയ്ക്കും ജനങ്ങൾ, ആ കരയിലുള്ള അത്രയും ജനങ്ങൾ അമ്മയോട് അത്ര സമർപ്പിതരാണ്. വേറെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരും വന്ന് കഞ്ഞിക്ക് ബുക്ക് ചെയ്യുന്നത് നമ്മുടെ കരയിലാണ്. കാരണം അവിടെ കുതിരച്ചെവിടിന്റെ അടുത്ത് വിശാലമായ പന്തൽ നേരത്തെ ഇട്ടിട്ട് ആ പന്തലിലാണ് കഞ്ഞി വിളമ്പുന്നത്. മറ്റു കരകളിലൊക്കെ കുതിരച്ചെവിട്ടിലല്ല, അവരവരുടെ വീടുകളിലാണ് കഞ്ഞി, ഈ കെട്ടുകാഴ്ചയോട് ബന്ധപ്പെട്ട് കഞ്ഞി നടത്തുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കരക്കാരെയും ബന്ധുക്കളെയൊക്കെ വിളിക്കുന്നവർ ആ വീട്ടിൽ ചെന്ന് കഞ്ഞി കുടിക്കുകയൊക്കെയാണ്. പക്ഷേ നമ്മുടെ കരയിലാണ് അങ്ങനെയുള്ള ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ല. കരയിൽ ആരെയും കഞ്ഞി വിളിക്കത്തില്ല. അമ്മയുടെ കഞ്ഞി കേട്ട് ഏതെല്ലാം സ്ഥലത്തു നിന്നാണ് ആ സമയത്ത് വരുന്നതെന്ന് അവരെല്ലാം കഞ്ഞി കുടിച്ചിട്ട് പോകും. ആ കരയിൽ തന്നെ കെട്ടുകാഴ്ച നടത്തുന്ന സ്ഥലത്ത് തന്നെയാണ് വളരെ വിശാലമായ ഏരിയ ഉണ്ട് കഞ്ഞിക്കും. അവിടെ തന്നെ കൈ കഴുകാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. കഞ്ഞി വിളമ്പാനും വയ്ക്കാനുള്ള പാചകപ്പുരകളും എല്ലാം അവിടെ എല്ലാം താൽക്കാലികമല്ല, പെർമനൻ്റായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് 3 നേരം കഞ്ഞിയുണ്ട് അവിടെ. 3 നേരം അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ 5-6 ദിവസമൊക്കെ ആവശ്യം പോലെയാണ് ഈ ആഹാരമൊക്കെ കഞ്ഞി കഴിക്കുകയും കൊണ്ടുപോവുകയും മറ്റ് ബന്ധുക്കളൊക്കെ ഉള്ളവർക്ക് കൊടുത്തുവിടുകയും. നാടിൻ്റെ നാനാഭാഗത്തു നിന്നാണ് നമ്മുടെ കരയിലേക്കൊക്കെ ആൾക്കാർ വരുന്നത്. അപ്പോൾ അമ്മ അങ്ങനെ വന്നു. അതിനുശേഷം കഞ്ഞി കുടിച്ചതിന് ശേഷം അമ്മ മൂലസ്ഥാനം നോക്കിപ്പോയിരുന്നു എന്നാണ്. ചെട്ടുകുളങ്ങര അമ്പലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഒരു മൂലസ്ഥാനം എന്ന് പറഞ്ഞൊരു ചെറിയ ക്ഷേത്രമുണ്ട്. അമ്മ ചെന്നിരുന്ന സ്ഥലമാണത് ഈ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം. അവിടെ ഇരുന്ന അമ്മയെ പിന്നീട് അപ്രത്യക്ഷയാവുകയാണ് ചെയ്തത്. ഇതപ്പോൾ ഈ ഇല്ലത്തെ സ്ത്രീകളും അന്തർജനങ്ങളും പുരുഷന്മാരും ഒക്കെ അമ്മയെ കണ്ടതാണ്. അമ്മ അവിടെ ചെന്നിരിക്കുന്നതും കണ്ട, പിന്നെ അമ്മയെ കണ്ടില്ല. അപ്പോൾ യോഗീശ്വരന്മാർ കൊടുങ്ങല്ലൂരിൽ പോയി അമ്മയ്ക്ക് വേണ്ടിയിട്ട് വ്രതമനുഷ്ഠിച്ച് തപസ്സനുഷ്ഠിച്ച് അമ്മയെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ടോ എന്നുള്ള അറിവ് നാടിനറിയാം. അപ്പോൾ നാട്ടുകാർ എന്ന് ഈ യോഗീശ്വരന്മാരറിഞ്ഞു. അവർ വന്നു പ്രശ്നവശാൽ അമ്മയാണ് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്ന് എന്നറിഞ്ഞുകൊണ്ട് അമ്മയെ മൂലസ്ഥാനത്ത് അമ്മയ്ക്ക് അവിടെ ക്ഷേത്രം ഉണ്ടാവുകയും പിന്നെ യഥാർത്ഥത്തിൽ താന്ത്രിക വിധി പ്രകാരം അമ്മയ്ക്ക് ചെട്ടികുളങ്ങര ആ മണ്ണിൽ ക്ഷേത്രം പണിഞ്ഞ് അമ്മയെ അവിടെ ഇരുത്തുകയുമാണ് ചെയ്തത്. അമ്മ എല്ലാ മീനഭരണിയുടെ തൊട്ടു മുമ്പുള്ള അശ്വതി ദിവസവും അത് ഈ മാസം മാർച്ച് 31-നാണ് അമ്മ യാത്ര ചോദിച്ചിട്ട് അമ്മയുടെ അമ്മയായ എന്നുവെച്ചാൽ അമ്മ തന്നെയാണ് കൊടുങ്ങല്ലൂരമ്മ. ആ അമ്മയുടെ അരികിലേക്ക് പോകുന്ന യാത്ര ചോദിപ്പുണ്ട്. അത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഈ കൊഞ്ചുമാങ്ങയായിട്ടുള്ള കഥ പറയാം. അതൊരു കഥയെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. അമ്മയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ സത്യമാണ്. ഞാൻ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. എൻ്റെ അടുക്ക അമ്മ എത്രയോ പ്രാവശ്യം വന്ന് ഓരോ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ വന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് അമ്മ എന്നോട് വന്ന് സംസാരിക്കുന്ന ഓരോ അവസരങ്ങളിലും. അപ്പോൾ ഈ കഥയൊന്നും കഥയല്ല, കെട്ടുകഥയല്ല, സംഭവം തന്നെയാണ്. അപ്പോൾ ഈ കുത്തിയോട്ടം എന്ന് പറയുന്ന ചടങ്ങ് ചെട്ടുകുളങ്ങര അമ്പലത്തിലാണ് പ്രധാനമായിട്ടും. ധാരാളം കുത്തിയോട്ട ആശാന്മാരുണ്ട് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് അരികിൽ ഒക്കെ. അവിടുത്തെ പെൺകുട്ടികൾക്ക് എനിക്കൊക്കെ കുത്തിയോട്ട ചെവിടും പാട്ടും ഒക്കെ ബൈഹാട്ടാ. കൊച്ചു പ്രായത്തിൽ തന്നെ ഞാനിത് കണ്ടാണ് വളരുന്നത്. കുംഭഭരണിക്ക് കുറേ ദിവസങ്ങൾ മുമ്പ് തൊട്ടേ ഇതിന്റെ പരിശീലനമുണ്ട്. എന്നിട്ട് ആ പരിശീലനത്തിൽ അവിടെ ആ നാട്ടിൽ ഈ കുത്തിയോട്ട പാട്ടും കുത്തിയോട്ട ചെവിടും അറിയാത്ത ആരുമില്ല. കാരണം ഒരു കുത്തിയോട്ടത്തിന്റെ ആ ഉത്ഭവം ചെട്ടികുളങ്ങര മണ്ണും അവിടുത്തെയുള്ള ആശാന്മാരുമാണ്. ആ ആശാന്മാരുടെ തൊട്ട് മുന്നിൽ ആ വീട്ടിൽ തന്നെയാണ് ഞാനൊക്കെ ജനിച്ചത്. അപ്പോൾ ഞങ്ങളുടെ മണ്ണിലാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു എൻ്റെ പറമ്പിൽ തന്നെ ഒരു കുടുംബം ക്ഷേത്രമുണ്ടെന്ന്. ആ ക്ഷേത്രത്തിൽ തന്നെ ആ മണ്ണിലുള്ളവർ തന്നെയാണ് കുത്തിയോട്ട ആശാന്മാർ. പാച്ചനാശാനെന്നും മാധവനാശാനെന്നും ഒക്കെ പറയുന്നവരാണ് കുത്തിയോട്ട ആചാര്യന്മാർ. അവരുടെ ആ മണ്ണിൽ അവരോടൊപ്പം അവരുടെ കുത്തിയോട്ടങ്ങളും ആ പ്രാക്ടീസും എല്ലാം കണ്ട് വളർന്നവരാണ് ഞങ്ങളെല്ലാവരും. അത് കേട്ടിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് തന്നെ നിത്യേന. ആ ചുവടുകളും എല്ലാം പെൺകുട്ടികൾക്കൊന്നും കളിക്കാൻ പാടില്ല ആണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അവിടുത്തെ ഏറ്റവും വലിയ ഹീറോയിനുകളായേനെ കുത്തിയോട്ടത്തിൻ്റെയൊക്കെ. ആൺകുട്ടികൾ മാത്രമല്ലേ പങ്കെടുക്കൂ. അപ്പോൾ അതുപോലെ കുഞ്ഞിലെ തൊട്ട് കണ്ടുവരുന്ന കലാരൂപമാണത്. അങ്ങനെ ആ കുത്തിയോട്ടം ഇങ്ങനെ ശിവരാത്രിക്ക് തുടങ്ങിയിട്ട് അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കാൻ കൊണ്ടുവരുന്നത് ഭരണി നാളിലാണ്. അത് ഏത് കരയിലെ കുത്തിയോട്ടമാണെന്ന് വെച്ചാൽ ആ കരയിലെ കുതിരച്ചെവിട്ടിൽ, അതായത് ഈ കെട്ടുകാഴ്ച കെട്ടുന്ന ചുവടിനെയാണ് കുതിരച്ചെവിട്. അവിടെ വലിയ ടവറും ഒക്കെ ഉണ്ട്.
അതിൽ കപ്പിയൊക്കെ കയറ്റിയാണ് ഓരോ ഈ കുതിരയുടെ മൂൾഭാഗം ഇങ്ങനെ കയറ്റി വയ്ക്കുന്നത്. വലിയ തടി ഉരുപ്പടിയാണ്, അനേകം പേര് വലിച്ചാലേ അത് നീങ്ങുകയുള്ളൂ. അപ്പോൾ ആ കുത്തിയോട്ടം ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഈ തവണ നമ്മുടെ വീടിന്റെ വാതിലൂടെയാണ് ഈ കുതിരച്ചൂടിലേക്ക് കുത്തിയോട്ടം വന്നുകൊണ്ടിരിക്കുന്നതും തിരിച്ചു അമ്പലത്തിലേക്ക് പോയിരുന്നതും. അതിന്റെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. കുത്തിയോട്ടം ഇങ്ങനെ കടന്നു പോകുന്നതിന്റെയും തിരിച്ചു വരുന്നതിന്റെയൊക്കെ. രാവിലെ 6 മണിക്ക് തന്നെ അത് വന്നായിരുന്നു ഏറ്റവും ആദ്യം വന്ന്. അതിനുശേഷം അങ്ങനെ ആ കരയിൽ 5ഓ 6ഓ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 13 കരയിലും കുത്തിയോട്ടം ഉണ്ട്. കരയ്ക്ക് വെളിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കുത്തിയോട്ടം. അതെല്ലാം ഭരണി ദിവസം അവിടെ വരും. നമ്മളപ്പം ദേവിയെ സ്വീകരിക്കാനായി നിലവിളക്ക് വീടിന്റെ വാതിൽക്കൽ കൊളുത്തുകയും ഈ നടന്നു ദൂരെ നിന്നൊക്കെ വരുന്നവരാണ് താലപ്പൊലി ഏന്തി അങ്ങനെ ധാരാളം അമ്മൻകുടവും വാദ്യഘോഷങ്ങളും കരകം അങ്ങനെ ധാരാളം സാധനങ്ങളും ആഘോഷങ്ങളോടെ കലാരൂപങ്ങളോടെയാണ് അമ്മയുടെ മുന്നിൽ ഇത് സമർപ്പിക്കുന്നത്. കുത്തിയോട്ട കുട്ടികൾ വ്രതമെടുത്ത് ചൂരൽ മുറിഞ്ഞവര്, ആമാടപ്പെട്ടി ചുമന്ന് വരുന്ന അമ്മയുടെ ആ കുത്തിയോട്ടം നടത്തുന്ന വീട്ടിലെ ആൾക്കാർ, അങ്ങനെ ധാരാളം പേര് ഇങ്ങനെ വരുമ്പോൾ അവർക്ക് നമ്മൾ കുടിക്കാൻ മോരും വെള്ളവും തണുത്ത വെള്ളവും നാരങ്ങ വെള്ളമൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ വീടുകളുടെ സമീപത്ത് ഇങ്ങനെ വെച്ചിരിക്കും. ആഹാരം എന്തെങ്കിലും ബിസ്ക്കറ്റോ റൊട്ടിയോ പഴമോ ഒക്കെ വെച്ചിരിക്കും. അതൊക്കെ കഴിച്ചവർ ക്ഷീണമൊക്കെ മാറ്റിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കുത്തിയോട്ടം ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊഞ്ചും മാങ്ങയും ഒക്കെ ചേർന്നൊരു കറി ഇങ്ങനെ അടുപ്പേ വെച്ചിട്ട് ഒരമ്മ ഇങ്ങനെ ഈ കുത്തിയോട്ടം കാണാൻ പോയി. അങ്ങനെ ഒരു കുത്തിയോട്ടം കഴിഞ്ഞ് അടുത്തത് കഴിഞ്ഞ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന കാരണം ഈ അമ്മ ഈ അടുപ്പത്ത് വെച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് ഓർക്കുന്ന പോലും ഇല്ല. ഇതെല്ലാം കണ്ട് ദേവിയിൽ മനം മയങ്ങി സന്തോഷമൊക്കെ കൊണ്ട് തിരിച്ചോടിപ്പോയി. ഞങ്ങളുടെ എല്ലാ ആ കരയ്ക്ക് സമീപത്ത് ജീവിക്കുന്ന എല്ലാ വീട്ടിലും അനുഭവം ഇത് തന്നെയാണ്. ഒരു കുത്തിയോട്ടം കഴിയുമ്പോഴായിരിക്കും അടുത്തതിന്റെ കൊട്ടും മേളവും കുത്തിയോട്ടപ്പാട്ടും ഒക്കെ കേൾക്കുന്നത് മൈക്കിലൂടെ. അപ്പോൾ നമ്മൾ വീണ്ടും അടുപ്പിലിരിക്കുന്നതിന്റെ തീ കുറച്ചിട്ടിട്ട് ഓടിപ്പോവും പിന്നെ കാണാന്. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് അടുത്ത കൂട്ടാനൊക്കെ തയ്യാറെടുക്കുമ്പോഴൊക്കെ ആയിരിക്കും അടുത്തത് വരുന്നത്. അങ്ങനെ പോയി ഇതിപ്പോ അകലെയാണ് വീടെങ്കിൽ ഞങ്ങളുടെ വീട് ഈ കരയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ശബ്ദം കേൾക്കുമ്പോൾ ഓടി വരുന്നത്. പക്ഷെ ഇച്ചിരി കൂടെ അകലെയുള്ളവർ അവിടെ നിന്ന് മൊത്തം കണ്ടിട്ട് പിന്നെയും അടുത്തത് വന്ന് ഇങ്ങനെ വരുന്ന കുത്തിയോട്ടങ്ങളെല്ലാം കണ്ടിട്ടായിരിക്കും തിരികെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അമ്മ അവിടെ തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് ഇവർ അടുപ്പത്ത് വെച്ചിരുന്ന കൂട്ടാൻ, അയ്യോ എൻ്റെ അമ്മേ, എൻ്റെ കൊഞ്ചുമാങ്ങയെല്ലാം കരിഞ്ഞു പോകുമല്ലോ, എൻ്റെ കൂട്ടാനൊക്കെ കരിഞ്ഞു പോയി കാണുമല്ലോ അമ്മ, ഞാൻ അമ്മയുടെ കാര്യത്തിന് നിന്നിട്ട് ഞാൻ അമ്മയൊന്ന് നോക്കണേ അമ്മേ എന്നിവർ ഓർത്ത് എപ്പോഴോ സമയത്ത് ചെന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. തിരിച്ചു വരെ ഓടി ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ അടുപ്പത്ത് അത് കറക്റ്റ് പരുവത്തിന് വെന്ത് കരിഞ്ഞൊന്നും ചട്ടിയിലൊന്നും പിടിക്കാതെ ഒരേപോലെ വെന്ത് കറക്റ്റായിട്ട് അവിടെ ഇരുന്ന്. അപ്പോൾ അത് അത്രയും മണിക്കൂർ കഴിഞ്ഞ് ചെന്നപ്പോൾ ഉറപ്പായിട്ട് അതിനകത്തിലെ കരിഞ്ഞ ചട്ടിയില് ഒക്കെ പിടിച്ചിട്ട് തീയെല്ലാം കയറിയിട്ട് ടേസ്റ്റ് എല്ലാം പോയി ഉപയോഗിക്കാൻ കൊള്ളാത്ത ഒരു അവസ്ഥയായി മാറേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അത് കറക്റ്റായിട്ട് ഒരാളില്ല ഇളക്കി കൃത്യമായിട്ട് വെച്ച് തീയൊക്കെ കെടുത്തിയ മാതിരി തന്നെ ഇരുന്നപ്പോൾ ഇവര് പറഞ്ഞ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് അവര് സന്തോഷവും അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പം ആ ദുഃഖവും എല്ലാം കാരണം അമ്മ വന്ന് അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞ് അവര് കരഞ്ഞു. ആ അമ്മയുടെ ആ അനുഗ്രഹവും സന്തോഷവും ഒക്കെ കൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ വിളിപ്പുറത്ത് വന്ന് അമ്മ രക്ഷിച്ചല്ലോ, എന്നെ രക്ഷിക്കുക എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടം കരിയാതെ അമ്മ നോക്കിയല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചു. അതിനുശേഷം ആ ഭരണിക്ക് കുത്തിയോട്ടം നടത്തി കഴിഞ്ഞ് ഈ കുത്തിയോട്ടം നടത്തുന്ന വീട്ടുകാർ അമ്മയ്ക്ക് അത് തൃപ്തിയായോ എന്നറിയാൻ വേണ്ടി ഭരണി കഴിഞ്ഞ് ജ്യോതിഷനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കബഡി നിരത്തിയൊക്കെ നോക്കും. ആദ്യമേ ഈ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. ഇപ്പോൾ വന്ന് കോടിക്കണക്കിന് രൂപ വേണം കുത്തിയോട്ടം നടത്താൻ. അന്നൊക്കെ ലക്ഷങ്ങൾ മതിയായിരുന്നു. അപ്പോൾ അത്രയ്ക്കും വലിയ ബൃഹത്തായിട്ടുള്ളൊരു സംഭവമാണ് ചെട്ടുകുളങ്ങര കുത്തിയോട്ടം എന്ന് പറയുന്നത്. അല്ല നമ്മുടെ ഈ സാധാരണ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ പാട്ടും ചുവടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിയോട്ടം വൈകുന്നേരം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അല്ലെങ്കിൽ ഇങ്ങനെ നടത്തുന്നതൊക്കെ ഉണ്ട്. അതൊന്നും അല്ല കുത്തിയോട്ടം എന്ന് പറയുന്നത്. ഇത് വളരെ ആചാരപരമായിട്ട് അനുഷ്ഠാനപരമായിട്ട് ചെയ്യുന്ന ഒരു കലാരൂപമാണ്. അവിടെ അമ്മയോടെ വന്നിരിക്കും. ആ കുത്തിയോട്ടം ഈ 7 ദിവസത്തിൽ നടക്കുന്ന ദിവസങ്ങളിൽ ഒരാൾ അമ്മയായിരിക്കും. നമ്മളത് കണ്ണിന് കണ്ടിട്ടുണ്ട്. അമ്മ വന്നിട്ട് ആ കുത്തിയോട്ട വീട്ടിൽ വന്നിട്ട് ആ വീട്ടുകാരോട് കാര്യങ്ങൾ ചോദിക്കുന്നതും അവരോട് എന്തെങ്കിലുമൊക്കെ ദാനം ആവശ്യപ്പെടുന്നതൊക്കെ അത് അമ്മ തന്നെ ആയിരിക്കും.
ആ അവസാനം ഈ കുത്തിയോട്ടം തീരുന്ന ഒരു ദിവസമുണ്ട്. കുംഭഭരണിയുടെ തൊട്ട് മുമ്പത്തെ അശ്വതി, അതിന് മുമ്പത്തെ ദിവസം രേവതി. ആ ദിവസമാണ് ഈ പൊലി ഇടുന്നതും നമ്മൾ ദക്ഷിണ സമർപ്പിക്കുകയാണ്. പൊലിപ്പാട്ട് പാടുകയും അന്ന് തിമിർത്ത് അമ്മ അവിടെ ആനന്ദ നൃത്തം ചെയ്യും. അതുപോലെയാണ് ആ കുത്തിയോട്ട വീടുകളൊക്കെ. ഈ ആ കുത്തിയോട്ട പാട്ടുകളൊക്കെ നമ്മൾ അറിയാതെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അമ്മേന്ന് വിളിച്ചു പോകും. അമ്മ അവിടെ വന്നിരിക്കും. എവിടെയാണ് കുത്തിയോട്ടം നടക്കുന്നത്, എത്ര വീടുകളുണ്ടെന്ന് വെച്ചാൽ അവിടെ എല്ലാം അമ്മ ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പോൾ ഈ കുത്തിയോട്ടം കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് തൃപ്തിയായോ എന്നറിയാൻ വേണ്ടി എല്ലാ കുത്തിയോട്ടക്കാരും അവനവന്റെ വീടുകളിൽ ഇങ്ങനെ ജ്യോതിഷം വെച്ച് നോക്കും. അമ്മയ്ക്ക് തൃപ്തിയായോ കുത്തിയോട്ടം. തൃപ്തിയായിട്ടില്ലെങ്കിൽ അമ്മ അത് ഉറപ്പായിട്ടും പറയും, ഇന്ന കാര്യം കൊണ്ടാണ് തൃപ്തിയാകാത്തതെന്ന്. അങ്ങനെ വീണ്ടും നടത്തേണ്ടി വന്നിട്ടുണ്ട്. പിഴയായിട്ട് പിന്നെ 2 പ്രാവശ്യം കൂടെ നടത്തിയിട്ടുണ്ട്. എന്റെ വീടിന് തൊട്ടടുത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനത് അടുത്തൊരു വീഡിയോയിൽ പറയാം എങ്ങനെയാണത് തെറ്റുപറ്റിയെന്ന് അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ജ്യോതിഷം വെച്ച് നോക്കിയപ്പോൾ ദേവപ്രശ്നം തന്നെയാണ് അവിടെ വെച്ച് നോക്കിയപ്പോൾ അമ്മ ആ വർഷത്തെ കുത്തിയോട്ടം ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞു. അമ്മ കുത്തിയോട്ടോ ഞാനൊന്നും കണ്ടില്ല, കുത്തിയോട്ടം എന്റെ അടുത്ത് കുത്തിയോട്ടം വന്നില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. ഞാനാണെങ്കിലേ കൊഞ്ചുമാങ്ങ നോക്കാൻ എന്നെ ഒരാൾ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. ഞാൻ അത് നോക്കുമായിരുന്നു അവിടെ നിന്ന്. അതുകൊണ്ട് ഞാൻ കുത്തിയോട്ടം ഒന്നും കണ്ടില്ലെന്ന് അമ്മ പറയുകയാണ്. ഈ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അപ്പോൾ ആ വിവരം അറിഞ്ഞ് നാട് മൊത്തം അതൊക്കെ ആയി. ഒരു ദേവപ്രശ്നമൊക്കെ നടത്തുമ്പോൾ ആ ദേവിയുടെ അഭിപ്രായം, ദേവി പറയുന്ന കാര്യം നാട്ടിലെല്ലാം പരസ്യമാവും. അങ്ങനെ ആയപ്പോഴാണ് ഈ സ്ത്രീ എന്റെ കൊഞ്ചുമാങ്ങ നോക്കാൻ വേണ്ടിയാണല്ലോ അമ്മ വന്ന് നിന്നത്, ഞാനൊരു നിസ്സാര കാര്യത്തിന് അമ്മയെ വിളിച്ചല്ലോ, അത് കാരണം അമ്മയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കൊണ്ടുവരുന്ന കുത്തിയോട്ട് വഴിപാട് അമ്മ കാണാതെ പോയല്ലോ എന്നുള്ള വിഷമം ഈ സ്ത്രീക്കൊക്കെ ഉണ്ടായി. അവര് പിന്നീട് പ്രായശ്ചിത്തം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം അതിന് പരിഹാരമായിട്ടാണ് എല്ലാ വീടുകളിലും കൊഞ്ചുമാങ്ങ എന്ന് പറയുന്ന ഒരു വിഭവം തന്നെ തയ്യാറാക്കുന്നത്. അതൊരു മെയിൻ വിഭവമാണ്. നമ്മൾ ആര് വന്നാലും, നമ്മുടെ വീട്ടിൽ എത്ര പേര് സദ്യ കഴിക്കാൻ വന്നാലും നമ്മൾ ആ കൊഞ്ചുമാങ്ങ അവർക്ക് നിറയെ കൊടുക്കും. അതൊരു പ്രത്യേക രൂപത്തിലാണ് തയ്യാറാക്കുന്നത്. അത് സാധാരണ മാങ്ങയൊന്നുമല്ല, നമ്മുടെ മൈലാപ്പൂ മാങ്ങ എന്ന് പറയില്ലേ, വലിയ മാങ്ങ, പത്തച്ചുണ്ടൻ മാങ്ങ എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അതിന് ചുവന്ന വലിയ പച്ചമാങ്ങ, അത് നല്ല കനമായിട്ട് അരിഞ്ഞ്, അവിടെ ഇവിടെയൊക്കെ തൊലി ചെത്തിക്കളയത്തുള്ളൂ, കനമായിട്ട് അരിഞ്ഞ് അതിന് മുമ്പ് തന്നെ നല്ല മാംസമൊക്കെ ഉള്ള ഉണങ്ങിയ ചെമ്മീൻ ഇങ്ങനെ വാങ്ങി അതൊന്ന് വറുത്തെടുത്തിട്ട് അതിന്റെ ഈ മുറത്തിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ചിരട്ട കൊണ്ട് ഇങ്ങനെ തിരുമിയാണ് അതിന്റെ കൊമ്പും അതിന്റെ ശൽക്കങ്ങളൊക്കെ കളയുന്നത്. അതൊക്കെ തന്നെ അങ്ങനെ തന്നെ എന്റെ അമ്മയൊക്കെ പുരാതന അമ്മയുടെ ഒക്കെ എന്റെ കുഞ്ഞിലെ തൊട്ട് അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളൊരു മിക്സിയിലൊക്കെ ഇട്ട് എന്തൊക്കെയോ കാണിക്കുമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെയല്ല, അങ്ങനെ അതൊന്നും പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് ഈ മാങ്ങ തീരെ ചെറുതായിട്ടല്ല, ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞ് അത് അടുപ്പിലിങ്ങനെ ആദ്യം കൊഞ്ചാണ് വെക്കുന്നത്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിങ്ങനെ കൊഞ്ച് വെക്കും. അതിനുശേഷം ആ കൊഞ്ചൊരു മാതിരിയൊക്കെ തിള വന്ന് കഴിഞ്ഞിട്ട് ഒരുമാതിരി നല്ലതായിട്ട് വെന്തതിന് ശേഷം ഈ മാങ്ങ ഇടുകയുള്ളൂ. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. 2-3 തവണ ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ പുളി മാറ്റും. അതിനുശേഷമാണ് ഈ മാങ്ങ ഇടുന്നതിന് മുമ്പ് നമ്മൾ അരപ്പ് ചേർക്കും. അത് ധാരാളം തേങ്ങയും നല്ല ഉണക്ക തേങ്ങയല്ല, ഇത്തിരിയും കൂടെ ഉണക്ക് കുറഞ്ഞ തേങ്ങയും ഒരുപാട് ചുമന്നുള്ളിയും മഞ്ഞളും ഒക്കെ ചേർത്തിട്ടാണ് അതിൻ്റെ ഒരു അരപ്പ്. ഒരു ശകലം ഇത്തിരി ജീരകപ്പൊടിയും അതിൻ്റെ കൂടെ ചുമന്നുള്ളിയാണ് കൂടുതലിടുന്നത്, വെളുത്തുള്ളി അതിൽ ചേർക്കില്ല. അങ്ങനെ ഇട്ട് കറിവേപ്പിലയൊക്കെ ചതച്ച് ധാരാളം ഇട്ട് അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ആ അരപ്പ് തയ്യാറാക്കുന്നത്. ഒരു അവിയലിനേക്കാളിൻ്റെ അത്ര അരയേണ്ട, തോരനേക്കാൾ ഇത്തിരിയും കൂടെ അരയണം. ആ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ട് ഈ കൊഞ്ചിലേക്ക് ഇട്ടതിന് ശേഷം ഇഞ്ചിയൊക്കെ ഇടും നമ്മൾ അതിനകത്തിൽ അരയ്ക്കുന്നതിനകത്തിൽ. പിന്നെ ഈ മാങ്ങയും കൂടി ഇട്ട് മാങ്ങ ഒരു എന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂടി വെക്കും. വെള്ളമൊന്നും അധികം ചേർക്കേണ്ട അതില്ല. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മാങ്ങയ്ക്കകത്ത് ഓൾറെഡി വെള്ളം വരും. ഇതിങ്ങനെ വെന്ത് വരുമ്പം അതിലൊരു വെള്ളം ഉണ്ടാകും. നമ്മൾ വെള്ളം ഒഴിക്കാനേ പാടില്ല, അരപ്പിൻ്റെ വെള്ളം മതി. അങ്ങനെ
മൂടി വെച്ച് നന്നായിട്ട് വലിയ ഉരുളിയിലാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. ഓടിന്റെ ഉരുളിയിലാണ് ഇതുണ്ടാക്കി വെക്കുന്നത്. ധാരാളം ഗസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പം 2 ഉരുളിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കി വെക്കുന്നത്. എല്ലാവരും കൊഞ്ചുമാങ്ങയായിരിക്കും ചോദിക്കുന്നത്. അതതിൻ്റെ കറക്റ്റ് പരുവത്തിന് ഗ്യാസിൻ്റെ അടുക്ക നിന്ന് തന്നെയാണത് വേവിച്ചെടുക്കുന്നത്, അടിയിലെങ്ങും പറ്റാതെ. അങ്ങനെ തയ്യാറാക്കുന്ന വിഭവമാണ് കൊഞ്ചുമാങ്ങ. അടുത്ത ദിവസത്തേക്കും കാണുമായിരിക്കും, ചിലപ്പം ആൾക്കാർ ഇത്തിരി കുറവാണെങ്കിൽ. അതാണ് കൊഞ്ചുമാങ്ങയുടെ കഥ. അപ്പോൾ ദേവിയുമായിട്ട് ബന്ധപ്പെട്ട ഇനി ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ട്. പല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം ഇനി അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ മുന്നിൽ എത്താത്ത എന്നെ കേൾക്കുന്ന ധാരാളം പേരുണ്ടാവും. അമ്മ എല്ലാവരെയും അവിടേക്ക് ഒരു ദിവസം വിളിക്കും, വാ വാ എന്നെ കേൾക്കുകയല്ലേ, നീ ഒന്ന് വാ മോളെ എന്നും അമ്മ പറയും. എല്ലാവർക്കും തോന്നും ഒന്ന് വന്ന് അമ്മയെ കണ്ട് അനുഗ്രഹം മേടിക്കുവാൻ. സന്തോഷവതിയായ ഐശ്വര്യവതിയായ സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന എൻ്റെ അമ്മ വിളിപ്പുറത്തുള്ള അമ്മയാണ്. വിളിച്ചാൽ നമ്മുടെ വിളിപ്പുറത്ത് അമ്മ ഓടിയെത്തും. അത്രയ്ക്ക് നമ്മുടെ സ്വന്തം, ജനിപ്പിച്ച നമ്മുടെ അമ്മയെക്കാളിലും ആദ്യം കാണേണ്ട നമ്മളുടെ അമ്മയാണ് ചെട്ടുളങ്ങരയമ്മ. ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് ഫോണിന്റെ ചാർജർ എടുക്കാൻ പോയി എന്ന്. അപ്പോൾ ഞാൻ ആദ്യം ചെന്നത്, എൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയുടെ അടുക്കയാണ് ഓടിച്ചെന്നത്. എത്ര തിരക്കാണേലും ഞാൻ അമ്മയുടെ അടുക്ക കയറാതെ പോകില്ല. അവിടെ ചെന്നപ്പോൾ അമ്മ കണ്ടിയൂർ ഭാഗത്തേക്ക് പറയെടുക്കാൻ പോയേക്കുന്നു. അമ്പലം അടഞ്ഞു കിടന്നാലും എൻ്റെ അമ്മ അതിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ഇരുന്ന് അമ്മയെ തൊഴുത് അവിടെ കളത്തിട്ടിൽ ഇത്തിരി നേരം വിശ്രമിച്ചിട്ടാണ് വീണ്ടും വണ്ടി എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോയത്. അമ്പലത്തിൽ എൻ്റെ അമ്മയുടെ ഒക്കെ കയറാതെ എവിടെയും പോകുന്നൊരു വിഷയമില്ല. അപ്പോൾ അമ്മ, വിശ്വമോഹിനിയായ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം എന്നെ കേൾക്കുന്നവർക്കും കേൾക്കാത്തവർക്കും പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും അമ്മയുടെയും എൻ്റെ പിതാവായ ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.